ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു പരീക്ഷയുടെ ടെൻഷൻ ഉണ്ടെന്ന്. ഇന്ന് ടെൻഷനൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? എന്നിട്ട് ചിലരുടെയൊക്കെ ഏതാണ്ട് ചിലർ രണ്ട് കൈയൊക്കെ ഇങ്ങനെ കൊടുത്ത് കണ്ണ് അടച്ചൊക്കെ ഇരിക്കുക വേദനിച്ച്. എന്തുവാ, നാളെ റിസൾട്ട് കിട്ടുമെന്നോ? കഴിഞ്ഞ ആഴ്ച പരീക്ഷയുടെ ടെൻഷൻ, ഈ ആഴ്ച റിസൾട്ട് വരുന്നതിന് ടെൻഷൻ. അങ്ങനെയെങ്കിൽ അടുത്ത ആഴ്ച പപ്പ ഒപ്പിട്ടില്ലെന്ന് പറഞ്ഞൊരു ടെൻഷനായിരിക്കുമല്ലോ. റിസൾട്ടോ? ഈ റിസൾട്ട് പരീക്ഷയുടെ റിസൾട്ടിനെക്കാട്ടിൽ വലിയ റിസൾട്ടാണ് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ ഞാനും നമ്മുടെ കുഞ്ഞുങ്ങളും ഒക്കെ ജീവിക്കുന്നതിൻ്റെ റിസൾട്ട്. ലൈഫിൽ ലഭ്യമാകുന്ന റിപ്പോർട്ട് കാർഡ്സ് ദൈവവുമായിട്ട് എങ്ങനെ ബന്ധമുണ്ടായിരുന്നു. പരീക്ഷയിൽ നമുക്ക് ജയിക്കാമായിരിക്കാം, പക്ഷെങ്കിൽ ക്രിസ്തു എന്ന വിഷയത്തിൽ ജയിക്കാൻ സാധിച്ചാൽ അത് അനുഗ്രഹമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ജീവിതം ചെറുതാണ്. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കൊച്ചു കൊച്ചു നൊമ്പരങ്ങളും കൊച്ചു കൊച്ചു ജീവിത അനുഭവങ്ങളുള്ള, എന്നാൽ ഇതെല്ലാം ക്രിസ്തുവിനോടുകൂടെ ചെലവിടുമ്പോഴാണ് അനുഗ്രഹമാകുന്നത്. നിങ്ങളൊക്കെ പ്രാർത്ഥിക്കാറുണ്ടോ? അതോ ഇങ്ങനെ പപ്പായെ രക്ഷിക്കണേ മമ്മിയെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തീർക്കാറുള്ളോ? കൂട്ടുകാരന് വേണ്ടി പ്രാർത്ഥിക്കണം, ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പള്ളിയിൽ വികാരിയായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നിങ്ങളെ സഹായിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കണം. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം അറിയും. പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ദൈവം തൊടും, അനുഗ്രഹിക്കപ്പെടും. അങ്ങനെയെങ്കിൽ പ്രാർത്ഥനയിൽ നമുക്ക് വളരാൻ, മുന്നേറാൻ അവിടുന്ന് സാധിക്കണം. നമ്മുടെ പാട്ടും കഥയും എല്ലാം ഇന്ന് റെഡിയായി, എല്ലാവരും വന്നിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ സെഗ്മെൻറ്റിലേക്ക് പോകാം. ഒന്നായി പാടാം. ഹായ് കൂട്ടുകാരെ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നല്ലോ. നമുക്കിന്നൊരു കൊച്ചു പാട്ട് പഠിക്കാം. അത് നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നതിൻ്റെ അടയാളമായിട്ടുള്ളൊരു ഗാനമാണ്. നമ്മൾ എന്തിനാ കുളിക്കുന്നത്? ഓരോരുത്തരും ഒന്ന് പറയാമോ, എന്തിനാ കുളിക്കുന്നത്? കുളിക്കാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ലേ? എല്ലാ ദിവസവും പപ്പായും മമ്മിയും പറയും പോയി കുളി കുളി അല്ലേ? എല്ലാവരെയും പിടിച്ചിട്ട് കുളിപ്പിക്കും. എന്തിനായി കുളിക്കുന്നേ? നമ്മുടെ അശുദ്ധിയൊക്കെ കഴുകി പോകാൻ വേണ്ടിയാ അല്ലേ? അങ്ങനെയെങ്കിൽ യേശുകർത്താവിനോട് നമ്മൾ പറയുക, എന്നെ ഒന്ന് കഴുകണമേ, എന്നെ ഒന്ന് പുതുതാക്കണമേ. എന്തിനാണെന്നറിയാവോ? അങ്ങേക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട്. അനുതാപ ഹൃദയത്തോടെ ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. യേശുവേ, ഞാനിതാ, എന്നെ ഒന്ന് കഴുകണമേ. ആ മാലിന്യങ്ങളൊക്കെ ഒന്ന് കഴുകി വെടുപ്പാക്കണം. നല്ല സ്കൂളിലൊക്കെ നല്ല കുട്ടിയായിട്ടൊക്കെ പഠിക്കാൻ പോവും. പക്ഷേ കളിസ്ഥലത്തൊക്കെ എത്തുമ്പോൾ കൂട്ടുകാരുമായിട്ട് വഴക്കിടുമ്പോൾ അനാവശ്യ വാക്കുകളൊക്കെ അറിയാണ്ട് വായി വരുമല്ലേ? അപ്പോൾ ചില മാലിന്യങ്ങൾ ഇങ്ങനെ അടിഞ്ഞുകൂടി ഇരിപ്പുണ്ട്. യേശു അപ്പച്ചന് ഇങ്ങനെയുള്ളവരെ ഒന്നും ഇഷ്ടമല്ല. എല്ലാവരും ശുദ്ധിയുള്ളവരായിരിക്കണം. കൊച്ചു കൂട്ടുകാരും നല്ല ശുദ്ധിയുള്ള നല്ല കുഞ്ഞുങ്ങളായി വളരണമെന്നാണ് യേശു കർത്താവിന് ആഗ്രഹം. അങ്ങനെയെങ്കിൽ യേശു കർത്താവിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മളെ ഒന്ന് കഴുകിയാലോ? ദൈവമേ, ഒത്തിരി അപരാധം ഞാൻ ചെയ്തു, അടിയനിതാ, യേശുവെ എന്നെ ഒന്ന് കഴുകണമേ. അങ്ങനെ ആത്മാർത്ഥമായിട്ട് ആര് പ്രാർത്ഥിക്കുന്നോ അവിടെ അനുഗ്രഹം ലഭിക്കും. ലംഘനം മറച്ചു വെക്കുന്നവർക്ക് ശുഭം വരത്തില്ലെന്നാണ് ബൈബിൾ പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഇതുവരെയും ചെയ്തു പോയ, ജനനം മുതൽ ഈ നിമിഷം വരെ ചെയ്തു പോയ എല്ലാ പാപങ്ങളെയും യേശുപ്പച്ചൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തിട്ട്, അവിടുത്തെ ക്രൂശിൻ്റെ ചോട്ടിലേക്കൊന്ന് കൊടുത്തിട്ട്, അപ്പച്ച എന്നെ ഒന്ന് കഴുകണേ. ഞാൻ ഇടയ്ക്കൊക്കെ ടീച്ചേഴ്സിനോടും ഒക്കെ ബഹുമാനം ഇല്ലാതെ മാതാപിതാക്കളോടും ഒക്കെ അനാവശ്യം പറഞ്ഞു പോയി, എന്നോടൊന്ന് ക്ഷമിക്കണേ. ഒത്തിരി അപരാധങ്ങൾ എൻ്റെ മനസ്സിൽ വരുന്നു. ഞാനിതാ പൂർണ്ണമായി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു, എന്നെ ഒന്ന് കഴുകണമേ. ഈ അർത്ഥം വരുന്ന ഒരു സമർപ്പണ ഗാനം നമുക്ക് പാടാം. അനുതാപമോടെ അണയുന്നു സവിധി യേശുവേ സ്നേഹരൂപാ. അനുതാപമോടെ അണയുന്നു സവിധി യേശുവേ സ്നേഹരൂപാ.
കഴുകണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. കഴുകണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ. കഴുകണമെന്നെ പുതുതാക്കിടേണം, യേശുവേ ഞാനിതാ. കഴുകണമെന്നെ പുതുതാക്കിടേണം, യേശുവേ ഞാനിതാ. അറിയാതെ ഞാൻ ചെയ്തു അപരാധമെല്ലാം അകതാരിലുണ്ട് നാഥ. അറിയാതെ ഞാൻ ചെയ്തോരപരാധമെല്ലാം അകതാരിലുണ്ട് നാഥ. കഴുകണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. കഴുകണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ. കഴുകണമെന്നെ പുതുതാക്കിടേണം, യേശുവേ ഞാനിതാ. കഴുകണമെന്നെ പുതുതാക്കിടേണം, യേശുവേ ഞാനിതാ. എല്ലാ കൂട്ടുകാരും ഈ പാട്ട് പഠിച്ചോ? എൻ്റെ ഒരു ധാരണയിൽ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം പാടിയെന്നുള്ളതാണ്. ആത്മാർത്ഥമായി നിങ്ങളെല്ലാവരും എന്നോടൊപ്പം പാടി എന്ന് ഞാൻ വിശ്വസിക്കുക. അനുതാപമോടെ കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. എന്നോട് ഒന്നും കൂടെ ചേർന്ന് പാടണേ. അനുതാപമോടെ അണയുന്നു സവിധേ, യേശുവേ സ്നേഹരൂപ. പാടിക്കേ. അനുതാപമോടെ അണയുന്നു സവിധേ, യേശുവേ സ്നേഹരൂപ. കഴുകണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. പാടാമോ? കഴുകണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ, യേശുവേ ഞാനിതാ. കഴുകണമെന്നെ പുതുതാക്കിടേണം, യേശുവേ ഞാനിതാ. കഴുകണമെന്നെ പുതുതാക്കിടേണം, യേശുവേ ഞാനിതാ. അടുത്ത വരി എങ്ങനെ? അറിയാതെ ഞാൻ ചെയ്തോരപരാധമെല്ലാം അകതാരിലുണ്ട് നാഥ. പാടാമോ? അറിയാതെ ഞാൻ ചെയ്തോരപരാധമെല്ലാം അകതാരിലുണ്ട് നാഥ. കഴുകണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. കഴുകണമെന്നെ പുതുതാക്കിടേണം,
ഞാനിതാ വന്നിടുന്നു. നമ്മൾ ഇരിക്കുന്ന സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഈ സമർപ്പണ ഗാനം എന്നോടൊപ്പം ചേർന്ന് പാടാമോ? യേശുവേ, ഞാനിതാ അങ്ങയുടെ ക്രൂശിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ എന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. എന്നിലെ അഴുക്കുകളെല്ലാം നീ കഴുകി ശുദ്ധീകരിച്ച് യേശു അപ്പച്ചൻ്റെ നല്ല കുഞ്ഞായി വളർന്നു വരുവാൻ എന്നെ അവിടെ നിന്ന് ഇടയാക്കണമേ. ആര് ആത്മാർത്ഥമായിട്ട് ഈ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്നു, അവരെ സ്വർഗം തുറന്ന് കർത്താവ് അപ്പച്ചൻ അനുഗ്രഹിക്കാൻ പോവുകയാണ്. അങ്ങോട്ട് താഴ്ത്തിയൊന്ന് സമർപ്പിക്കാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് മുട്ടിന്മേലൊന്ന് നിൽക്കാമോ? 2 കരങ്ങളും നേരെ വെച്ചുകൊണ്ട് യേശുർത്താവിനോട് പ്രാർത്ഥിക്കാമോ? യേശുവേ, ഞാനിതാ. ആരാത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നോ അവരുടെ പ്രാർത്ഥനയ്ക്ക് മുമ്പിൽ ദൈവം നിൽക്കാനായിട്ട് പോവുകയാണ്. ആർ യു റെഡി? നമുക്ക് ചേർന്ന് പാടാം. അനുതാപമോടെ അണയുന്നു സവിധേ യേശുവേ സ്നേഹരൂപ. അനുതാപമോടെ അണയുന്നു സവിധേ യേശുവേ സ്നേഹരൂപ. കഴുകേണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. കഴുകേണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. യേശുവേ, ഞാനിതാ. യേശുവേ, ഞാനിതാ. യേശുവേ, ഞാനിതാ. യേശുവേ, ഞാനിതാ. കഴുകേണമെന്നെ പുതുതാക്കിടേണം, യേശുവേ, ഞാനിതാ. അറിയാതെ ഞാൻ ചെയ്തു അപരാധമെല്ലാം അകതാരിലുണ്ട് നാഥ. അറിയാതെ ഞാൻ ചെയ്തു അപരാധമെല്ലാം അകതാരിലുണ്ട് നാഥ. കഴുകേണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. കഴുകേണമെന്നെ പുതുതാക്കിടേണം, ഞാനിതാ വന്നിടുന്നു. യേശുവേ, ഞാനിതാ. യേശുവേ, ഞാനിതാ. യേശുവേ, ഞാനിതാ. യേശുവേ, ഞാനിതാ. കഴുകേണമെന്നെ പുതുതാക്കിടേണം, യേശുവേ, ഞാനിതാ. കഴുകേണമെന്നെ പുതുതാക്കിടേണം, യേശുവേ, ഞാനിതാ. അവിടെ ഇരിക്കുന്ന ഇരിപ്പിൽ യേശുപ്പച്ചനോട് ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിട്ട് എഴുന്നേൽക്കുക. കർത്താവെ, എന്നെ നീ പൂർണ്ണമായി കഴുകി ശുദ്ധീകരിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ഇനിയുള്ള നാളുകൾ ശുദ്ധിയുള്ള ഹൃദയത്തോടെ നല്ല കുഞ്ഞായി ജീവിക്കുവാൻ എന്നെ പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആമീൻ. എല്ലാവരും മുട്ടുമേ നിന്ന് കണ്ണുനീരോടുകൂടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച ഒരു പാട്ടാണ് ഇത്, ഇല്ലയോ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ? യെസ്. കർത്താവെ, എന്നെ ഒന്ന് കഴുകണം, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, ഞാനിതാ അടുത്ത് വരുന്നു, ഞാനിതാ പൂർണ്ണമായി സമർപ്പിക്കുന്നു, ഞാനിതാ. ലോർഡ്, ഹിയർ ഐ ആം. ലോർഡ്, വാഷ് മീ,
ക്ലൻസ് മീ ആൻഡ് മേക്ക് മീ എ ന്യൂ ക്രിയേഷൻ. എന്ത് വലിയൊരു സമർപ്പണമാണ്. ഇന്ന് മുട്ടുമേ നിന്ന് ഈ ഗാനം പാടി സമർപ്പിച്ച എല്ലാ കുഞ്ഞുങ്ങളെയും ദൈവം തമ്പുരാൻ അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിനോടുകൂടെ ചേർന്ന് വളരുവാൻ, ആ ശുദ്ധിയുള്ള ജീവിതം, ശുദ്ധിയുള്ള അധരം, ശുദ്ധിയുള്ള ജീവിത അനുഭവങ്ങൾ ദൈവം തമ്പുരാൻ അവിടെ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് നമുക്ക് പോകാം. കഥയിലൂടെ. ഹായ് കൂട്ടുകാരെ, നിങ്ങളെ വീട്ടിൽ വഴക്കുണ്ടാക്കാറുണ്ടോ? നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇടയ്ക്കിടയ്ക്ക് വഴക്കുണ്ടാക്കാറില്ലേ? അവരോരോ സാധനങ്ങൾക്ക് വാങ്ങിച്ചു തന്നില്ലേലോ, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഗിഫ്റ്റായിട്ട് തന്നില്ലേലോ, നിങ്ങൾ ആവശ്യപ്പെട്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു തന്നില്ലേലോ നിങ്ങൾ പിണങ്ങാറില്ലേ? ഇല്ലെന്ന് പറയരുത്, എല്ലാവരും പിണങ്ങും. ചിലരുണ്ട് ഇതുപോലെ വലിയ വഴക്കുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി അങ്ങ് ഓടും. ഓടി ഓടി തെറ്റായ കുഴിയിലൊക്കെ പോയി ഇങ്ങനെ വീഴും. അങ്ങനെ വീണ ഒരു വ്യക്തിയെപ്പറ്റി നമ്മുടെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ആരാണെന്നറിയാമോ? നമുക്ക് ആ കഥ നമുക്കൊന്ന് പഠിച്ചാലോ? ഒരു ഗ്രാമത്തിൽ ഒരപ്പന് 2 ആൺമക്കളുണ്ടായിരുന്നു. മൂത്ത ആളും ഇളയാളും വളരെ കഠിനാധ്വാനം ചെയ്തിരുന്നു. അവർ അപ്പനൊരു കൃഷിക്കാരനായിരുന്നു. അവിടെയുള്ള ഗ്രാമത്തിലൊക്കെ അദ്ദേഹം കൃഷി ചെയ്തിരുന്നു. ഒരുപാട് സ്ഥലമുണ്ടായിരുന്നു ഇദ്ദേഹത്തിന്. അപ്പോൾ ഈ വസ്തുക്കളൊക്കെ എല്ലാം ഈ അപ്പൻ്റെ പേരിലായിരുന്നു. ഒരു ദിവസം ആ മക്കളിൽ ഇളയ മകൻ അപ്പൻ്റെ അടുക്കൽ ചെന്നു. അപ്പൻ്റെ അടുക്കൽ ഭയങ്കര വഴക്കൊക്കെ ഉണ്ടാക്കി. എന്തിനാണെന്നറിയാമോ? അപ്പൻ്റെ സ്വത്തിൽ നിന്നും ആ മകനുള്ള ഭാഗം എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? ആ മകന് ആ ഗ്രാമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോയി വേറെ എവിടെയോ പോയി നല്ല അടിച്ച് പൊളിച്ച് ജീവിക്കാൻ വേണ്ടി. ആദ്യം അപ്പനൊന്ന് വിസമ്മതിച്ചു. മോനെ, ഇപ്പോൾ നിങ്ങൾക്ക് എന്തിനാ? നീ കുഞ്ഞല്ലേ, നീ ഇപ്പോൾ ചെയ്യുമ്പോൾ അത് തെറ്റായ വഴികളിലൊക്കെ പോകുമെന്ന് അപ്പൻ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. പക്ഷേ നമ്മുടെ ഇളയ മകൻ അതിന് അമ്പിലും വില്ലും അടുത്തില്ല. അപ്പൻ്റെ അടുത്ത് വഴക്കുണ്ടാക്കി, പുറകേ നടന്ന് വഴക്കുണ്ടാക്കി, ഒടുവിൽ ആ അപ്പൻ സമ്മതിച്ചു. അങ്ങനെ ആ മകൻ അപ്പൻ്റെ കയ്യിൽ നിന്നും കുറേ പണവും കുറേ സ്വത്തുക്കളുമൊക്കെ വാങ്ങിച്ച് ആ ഗ്രാമം വിട്ടുപോയി. ആ ഗ്രാമം വിട്ടു പോയപ്പോൾ വലിയൊരു ലോകം അവിടെ മുന്നിൽ തുറന്നു പോയാലാണ് ആ മകന് തോന്നിയത്. മകൻ നോക്കിയപ്പോൾ ചുറ്റും പുതിയ പുതിയ കാര്യങ്ങൾ, പുതിയ പുതിയ കാഴ്ചകൾ, പുതിയ പുതിയ ആളുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ ആളുകളുടെ ഇടയിലേക്കെല്ലാം ഇളയ മകൻ കയറി ചെന്നു. ഈ മകൻ ചെന്ന് അവിടെ എല്ലാം ചേർന്നു. അവിടെ ക്ലബ്ബുകളും അവിടെ പാർട്ടികളും അതുപോലുള്ള പല പല പരിപാടികളെല്ലാം ഉണ്ടായിരുന്നു. അവിടെ എല്ലാം ഈ മകൻ പോയി. അവിടെ ചെന്നെല്ലാം അപ്പൻ നൽകിയ ഈ പൈസ ഉപയോഗിച്ച് എല്ലാം ചെലവഴിച്ചു. ഒരുപാട് അനാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി, എല്ലാം വാങ്ങിച്ച് കയ്യിൽ വെച്ചു. ഈ കാശെല്ലാം എവിടുന്നാ? അന്ന് അപ്പൻ കൊടുത്ത ആ കാശാണ്. പക്ഷേ ഈ മകൻ അവിടെ ചെന്ന് ജോലി ചെയ്യുമായിരുന്നു? ഇല്ല, ആ പൈസ എല്ലാം തീർന്നു. എങ്ങനെയാ തീർന്നത്? ആവശ്യമില്ലാത്ത കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു. ഇഷ്ടപ്പെട്ടതും ഇഷ്ടപ്പെടാത്തതും ചുമ്മാ ആള് കളിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അല്ലാതെ വലിയ കാര്യങ്ങളൊക്കെ വാങ്ങിച്ചു കൂട്ടി. അങ്ങനെ വാങ്ങിച്ച് കൂട്ടി 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 വന്നപ്പോൾ അപ്പൻ കൊടുത്ത പൈസ എല്ലാം തീർന്നു. ഇനി എന്തു ചെയ്യും? കയ്യിൽ ഭക്ഷണം കഴിക്കാൻ പോലും ഒരു രൂപ എടുക്കാൻ ഈ മകൻ്റെ ഇല്ലായിരുന്നു. മകൻ ആകെ വിഷമിച്ചു. അങ്ങനെ എന്തു ചെയ്തു? അവിടെ ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് നമ്മുടെ ഈ മകൻ ചെന്നു. മകൻ ചെന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ജോലി തരുമോ എന്ന് ചോദിച്ച് അടുക്കലേക്ക് ചെന്നു. അവിടെ ചെന്നപ്പോൾ ആ വ്യക്തി, ഞാൻ തരാം ജോലി, ആ ജോലി നീ കൃത്യമായി ചെയ്യണം എന്ന് പറഞ്ഞു. എന്തായിരുന്നു ആ ജോലി എന്നറിയാമോ? പന്നികളെ മേയ്ക്കുന്ന ജോലി. ഈ മകൻ ആകെ വിഷമിച്ചു. ഈ മകൻ എങ്ങനെ കഴിഞ്ഞിരുന്നതാ? വലിയ സ്വത്തുക്കളും വലിയ സമ്പാദ്യമുള്ള ഒരു വലിയ അപ്പൻ്റെ മകനായി ജനിച്ച ഈ മകൻ ഇപ്പോൾ ചെയ്യുന്ന ജോലി എന്താ? പന്നികളെ മേയ്ക്കുന്ന ജോലി. പക്ഷെ ഈ മകന് ചെയ്യാതിരിക്കാൻ കഴിയുമോ? പറ്റില്ല. എന്താ കാരണം? അപ്പൻ കൊടുത്ത കാശൊന്നും ഇപ്പോൾ മകൻ്റെ കയ്യിലില്ല. എല്ലാം ചെലവഴിച്ചു. ഭക്ഷണത്തിന് പോലും ഒരു പൈസ ആ മകൻ്റെ കയ്യിൽ എടുക്കാനില്ല. അങ്ങനെ ആ മകൻ ഭയങ്കര സങ്കടത്തോടു കൂടി ആ ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്നും ഈ പന്നികളെ മേയ്ക്കുന്ന ജോലി എല്ലാം ചെയ്ത് ആ പന്നികളുടെ ചെളിയിൽ കിടന്ന് ഉറങ്ങി. അങ്ങനെ ദേഹം മുഴുവൻ ക്ഷീണിച്ച് പഴയ ആ ഒരു സൗന്ദര്യമെല്ലാം ആ മകൻ്റെ കയ്യിൽ നിന്ന് പോയി. ഒരു ദിവസം ക്ഷീണിച്ച് വലഞ്ഞ് ഈ പന്നികളുടെ ഇടയിൽ കിടക്കുമ്പോൾ ഈ മകൻ ആലോചിച്ചു,
എനിക്ക് എൻ്റെ അപ്പനെ കാണണം, എനിക്ക് എൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് തിരികെ പോകണം. ആർക്കായാലും തോന്നില്ലേ? നമ്മൾ വിഷമഘട്ടത്തിലൊക്കെ കിടക്കുമ്പോൾ ആരായാലും നമ്മുടെ മാതാപിതാക്കളെയൊക്കെ ഓർക്കില്ലേ? അതുപോലെ ഈ മകനും അവൻ്റെ അപ്പനെ ആലോചിച്ചു, അവൻ്റെ അപ്പനെയും അവൻ്റെ മൂത്ത സഹോദരനും എല്ലാം ആലോചിച്ചു. ആ ഗ്രാമത്തിൽ നിന്ന് ഈ ഇളയ മകൻ ഓടി തിരിച്ച് സ്വന്തം ഗ്രാമത്തിലേക്ക് ഓടി. അവിടെ ചെന്നപ്പോൾ ഇളയ മകൻ വിചാരിച്ചു, ഞാൻ ചെയ്ത തെറ്റുകളൊക്കെ അപ്പൻ അറിയാം, അപ്പനെ ഞാൻ ഒത്തിരി വഴക്കുണ്ടാക്കിയിട്ടൊക്കെയാണ് ഞാൻ പോയത്, അതുകൊണ്ട് എൻ്റെ അപ്പൻ എന്നെ ഇഷ്ടമല്ലായിരിക്കും, എൻ്റെ അപ്പൻ എന്നെ ഓർക്കത്ത് കൂടി ഇല്ലായിരിക്കും എന്നൊക്കെ വിചാരിച്ച് സങ്കടത്തോടെ ഗ്രാമത്തിലേക്ക് നടന്നു വരികയായിരുന്നു. അപ്പോൾ ആ വയലിലൂടെ ഈ വ്യക്തി ഇങ്ങനെ നടന്നു പോയപ്പോൾ ദൂരെ അതാ നിൽക്കുന്നു നമ്മുടെ അപ്പൻ. അപ്പൻ അവിടുന്ന് ഓടി ഇളയ മകൻ്റെ അടുക്കിലേക്ക് വന്നിട്ട് മകനെ കെട്ടി അങ്ങ് പിടിച്ചു. സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് മുഖത്തെല്ലാം ചുംബനം കൊടുത്തു. എന്നിട്ട് ഈ മകനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി. ഈ മകൻ ഞെട്ടിപ്പോയി. അയ്യോ, എൻ്റെ അപ്പൻ എന്നോട് ഇത്രയും സ്നേഹം ഉണ്ടായിരുന്നു, ഇത്രയും സ്നേഹമുള്ളൊരു അപ്പനെയും ചേട്ടനെയും ഒക്കെ വിട്ടിട്ടാണോ ഞാൻ ഓടി വേറെ ഗ്രാമത്തിലേക്ക് പോയി എൻ്റെ കാശെല്ലാം കളഞ്ഞ് എൻ്റെ ആരോഗ്യമെല്ലാം കളഞ്ഞ് ഞാൻ ജീവിച്ചത്? ആകെ സങ്കടത്തിലായിപ്പോയി. എന്നാൽ അപ്പൻ അവന് വലിയ ഒരു വിരുന്നൊക്കെ ഒരുക്കി, ഒത്തിരി അവന് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളും ഒക്കെ തയ്യാറാക്കി. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ ഈ ഇളയ മകനെ അപ്പൻ സ്നേഹത്തോടെ വീട്ടിലേക്ക് തിരികെ വിളിച്ചു. ഈ കഥയിൽ നിന്ന് നമുക്ക് എന്താ പഠിക്കാൻ കഴിയുന്നത്? ആ അപ്പനിലുള്ള എന്ത് ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ക്ഷമയല്ലേ? അപ്പനോട് എത്ര വഴക്കുണ്ടാക്കി പോയ ഒരു ആളായിരുന്ന ഇളയ മകൻ, ഒത്തിരി വഴക്കുണ്ടാക്കി കയ്യിലുള്ള സ്വത്തെല്ലാം തട്ടിപ്പറിച്ചുകൊണ്ട് പോയ ഒരാളായിരുന്ന ഇളയ മകൻ. പക്ഷേ ആ അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ ആ ക്ഷമയുമാണ് നമുക്ക് ഈ കഥയിൽ നിന്ന് പഠിക്കാനുള്ളത്. നമ്മൾ നമ്മുടെ മറ്റുള്ള കൂട്ടുകാരെ എല്ലാം സ്നേഹിക്കാനും അവർ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യുമ്പോൾ അത് ക്ഷമിക്കാനും ഒക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ മാതാപിതാക്കളൊക്കെ എന്തെങ്കിലും ചെയ്യാനോ എന്തെങ്കിലും വാങ്ങിച്ചു തരാനോ ഒക്കെ ഇരിക്കുമ്പോൾ അവരോട് പിണങ്ങി അവിടെ നിന്ന് ഓടിപ്പോകാതെ ക്ഷമയോടെ അവിടെ കാത്തിരുന്ന കുറേ നാൾക്ക് ശേഷം നിങ്ങളുടെ ആഗ്രഹമൊക്കെ അപ്പൻ സാധിച്ചു തരുമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ മാതാപിതാക്കളും ഒക്കെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. താങ്ക് യു. കഥ ഇഷ്ടപ്പെട്ടോ? ആരുടെ കഥയാ? ആഹാ, നിങ്ങളുടെ കഥയാ. മുടിയനായ പുത്രൻ എന്നും പപ്പായോടും മമ്മിയോടും തല്ലുണ്ടാക്കി, എനിക്ക് ഇന്നത് വേണ്ട, ഇഡ്ഡലി വേണ്ട, ദോശ വേണ്ട, എനിക്ക് ഉപ്പുമാവ് വേണ്ട, എനിക്ക് നൂഡിൽസ് മതി. അടി ഉണ്ടാക്കുന്നവരാണോ? അല്ല, നല്ല കുഞ്ഞുങ്ങളാ, പപ്പായും മമ്മി അനുസരിക്കുന്ന കുഞ്ഞുങ്ങളാ. യെസ്, ഇവിടെ മകൻ അപ്പൻ്റെ അടുത്ത് നിന്ന് എല്ലാം സ്വരൂപിച്ച് ദൂരദേശ യാത്രയായി. അവന് തിന്നാനൊന്നും കിട്ടിയില്ല. വിഷമിച്ച് തിരികെ വന്നിട്ട് പറയാം, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു. അപ്പൻ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് കൈക്ക് മോതിരം പിടിച്ച് കാലെ ചെരുപ്പ് പിടിച്ച് അവനെ സ്വീകരിക്കുന്നു. ഞാനും നിങ്ങളും തെറ്റിപ്പോയവരാ. തിരിച്ചു വരാമെങ്കിൽ ഇതേപോലൊരു സന്തോഷം സ്വർഗത്തിലുണ്ട്. തയ്യാറാണോ തിരികെ വരാൻ? കുറവുകളെ ഏറ്റുപറയാൻ തയ്യാറാണോ? അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു, നിൻ്റെ മകനെന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനല്ല. പറയാൻ സാധിക്കണം. റെഡിയാണോ? അങ്ങനെ പറയുമോ? അങ്ങനെ പറയുന്ന കുഞ്ഞുങ്ങൾക്ക് ക്ഷമ ലഭിക്കും. തുറന്നു പറയുന്നവന് കരുണ ലഭിക്കും. മറച്ചു വെക്കുന്നവന് ശുഭം വരുത്തില്ല. അങ്ങനെയെങ്കിൽ തുറന്നു പറയാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കും. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. കേൾക്കാം, അനുസരിക്കാം. ടിങ്കു 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 അനക്കമില്ല. ടിങ്കു ആ ടിങ്കു എന്താ? ഓ, ഇവനെ ഏതാണ്ടൊക്കെ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. അതെ, ചിന്തിക്കുമായിരുന്നു. ഓ, ചിന്തിക്കുമായിരുന്നു. നീ എന്തുവാ ചിന്തിച്ചത്? ഞാൻ ഇന്നലെ ഒരു കാര്യം അറിഞ്ഞു, അതിങ്ങനെ ചിന്തിക്കുമായിരുന്നു. ഇവൻ ഇന്നലെ ഒരു കാര്യം അറിഞ്ഞു, അത് ചിന്തിക്കുകയാണ്. അപ്പം അറിഞ്ഞ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അറിയാത്തതിനെ പറ്റി ചിന്തിക്കാൻ പറ്റുമോ കൂട്ടുകാരെ? ഇല്ല. നീ എന്നാ കാര്യമാണ് അറിഞ്ഞത്? അത് ഞാൻ പറയില്ല. ഓ, ഭയങ്കര സീക്രട്ടാണ്, ഒന്നും പറയില്ല. നീ പറ, കേൾക്കട്ടെ. അത് നിന്നോട് പറയാൻ കൊള്ളത്തില്ല. അതെന്നാ എന്നോട് പറഞ്ഞാൽ കൊള്ളാത്തത് എന്താ? അതെ, ഇച്ചിരി ഇച്ചീച്ചിയാ. ഓ, ഇച്ചിരി ഇച്ചീച്ചിയാണെന്ന്. എന്നാ നീ പറയണ്ട കേട്ടാ. തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കുന്നത് ശരിയുമല്ല കേട്ടോ. തെറ്റായ കാര്യമൊന്നുമല്ല, പേഴ്സണലാ. ഓ, പേഴ്സണൽ കാര്യം ചിന്തിച്ചോണ്ടിരിക്കുക. ഭാവിയെ പറ്റിയായിരിക്കും അല്ലേ? ആ, ഭാവിയെ പറ്റിയാ. അപ്പൊ വിവാഹ കാര്യമായിരിക്കും. അല്ല.
വിവാഹകാരിയൊന്നുമല്ല. ഇവൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമുണ്ട് കൂട്ടുകാരെ. ഫ്രണ്ട്സ്, അപ്പോൾ അറിഞ്ഞ കാര്യങ്ങളെപ്പറ്റിയാണ്, അറിഞ്ഞ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ചിന്തിക്കാറുള്ളത്. അങ്ങനെയെങ്കിൽ ചിന്തിച്ച് മുഷിയുന്നവരുമുണ്ട്, ചിന്തിച്ച് പുതിയ നന്മകളിലേക്ക് എത്തുന്നവരുമുണ്ട്. നന്മ ചിന്തിക്കുന്നവരുമുണ്ട്, തിന്മ ചിന്തിക്കുന്നവരുമുണ്ട് സ്വയത്തെപ്പറ്റി. ഫ്രണ്ട്സ്, ഒരു ദിവസം നമ്മൾ 20,000-നും 40,000-നും ഇടയിൽ കാര്യങ്ങൾ ചിന്തിക്കാറുണ്ട്. അയ്യോ, അതെന്താ നിനക്ക് ഇത്ര ആശ്ചര്യം തോന്നുന്നത്? അത്രയൊക്കെ ചിന്ത ഒരാളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഉണ്ടാകാറുണ്ട്. അത് വലിയ കാര്യമാണ്, ഒരുപാട് ചിന്തിക്കുന്നത് ശരിയല്ല. അപ്പോൾ ഒരാൾ ഒരു ദിവസം 20,000-നും 40,000-നും ഇടയിൽ ചിന്തകൾ ചിന്തിക്കാറുണ്ടെങ്കിലും പക്ഷേ 80% ചിന്തകളും അഴുക്കായിരിക്കും അല്ലേ? നിനക്കിതെങ്ങനെ മനസ്സിലായി? നെഗറ്റീവ് ചിന്തകളായിരിക്കും ചിന്തിക്കുന്നത്, വേണ്ടാത്ത കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങൾ കൂട്ടുകാരെ, മനസ്സിനെ അസ്വസ്ഥതപ്പെടുത്തുന്ന, മനസ്സിനെ വേദനിപ്പിക്കുന്ന ചിന്തകൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാവുമോ? തോൽവിയെപ്പറ്റി ചിന്തിക്കുന്നത് ശരിയാണോ? ഒരിക്കലും അല്ല. എപ്പോഴും അങ്ങനെ ചിന്തിച്ചാലേ നമുക്ക് തോൽവി തന്നെ കിട്ടും. അങ്ങനെ ചിന്തിച്ചാൽ തോൽവി തന്നെ കിട്ടുമെന്നാണ് നമ്മുടെ ടിങ്കു പറയുന്നത്. കൂട്ടുകാരെ, അങ്ങനെയെങ്കിൽ നന്മ മാത്രം ചിന്തിക്കാൻ പഠിക്കുക. നന്മ ചിന്തിച്ചാൽ നന്മ ലഭിക്കും. നമുക്ക് ഊർജ്ജം ആവശ്യമാണ്, ചിന്തകൾക്ക് ഊർജ്ജം ആവശ്യമാണ്. വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിച്ച് നമ്മുടെ നല്ല ഊർജ്ജം നശിപ്പിച്ച് കളയാൻ നമുക്കൊരിക്കലും സാധിക്കരുത്. കൂട്ടുകാരെ, അങ്ങനെയെങ്കിൽ നമുക്ക് നല്ലത് ചിന്തിക്കണം, നന്നായിട്ട് വളരണം, ജീവിക്കണം. ജീവിക്കണം. ജീവിതത്തിൽ ചിന്തകൾ നല്ലതാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞ കാര്യങ്ങളെപ്പറ്റി നന്മയോടുകൂടി ചിന്തിക്കുവാൻ, നല്ലതായി ചിന്തിക്കാൻ, വേദനിക്കുന്ന ഹൃദയത്തിന് ഉടമകളായി തീരാനല്ല, വിജയിക്കുന്ന സന്തോഷത്തിൻ്റെ ചിന്തകൾ ഉണർത്തുന്ന നല്ല ചിന്തകൾ നമുക്ക് വരട്ടെ. അങ്ങനെയെങ്കിൽ തോട്ട്സ് ആണ് ആക്ഷനിലേക്ക് നമ്മളെ നയിക്കുന്നത്. തോട്ട്സ് ലീഡ്സ് ടു ആക്ഷൻ. തോട്ട്സ് ലീഡ്സ് ടു ആക്ഷൻ. നിങ്ങൾക്ക് ഇംഗ്ലീഷൊക്കെ നല്ലോണം അറിയാം. അങ്ങനെയെങ്കിൽ നമ്മുടെ ചിന്തകൾ ആണ് നമ്മളെ ആക്ഷനിലേക്ക് നയിക്കുന്നത്. നല്ലത് ചിന്തിച്ചാൽ നല്ല ആക്ഷൻ വരും. നല്ല ആക്ഷൻ വരും, നല്ലത് ചെയ്യാൻ പറ്റും. ചീത്ത ചിന്തിച്ചാൽ ചീത്ത ആക്ഷൻ വരും. ചീത്ത കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെയെങ്കിൽ നീ ഏത് തരത്തിലുള്ള ചിന്തകൾ ഉണർത്തി മുമ്പോട്ട് ജീവിക്കാനാണ് താല്പര്യപ്പെടുന്നത്? ഗുഡ്, നല്ലത്. നല്ല ചിന്തകൾ ഉണർത്തി നല്ല ആക്ഷൻ നമ്മളിൽ നിന്ന് വരട്ടെ. അതിന് ദൈവം തമ്പുരാൻ നിങ്ങളെ സഹായിക്കട്ടെ. അതുകൊണ്ട് പാട്ടും കേട്ടു, കഥയും കേട്ടു, ഇതെല്ലാം കേട്ടു. എന്നിട്ട് എന്താണ്ട് ഇങ്ങനെ ഇരിക്കുക, എന്തുവാ ചിന്തിക്കുന്നത്? നന്മയാണോ ചിന്തിക്കുന്ന, തിന്മയാണോ? നവീനെ പറഞ്ഞടാ ഉറക്കെ. ജോനുവേ, ക്ലാസ്സിൽ ചെന്നിട്ട് അടി ഉണ്ടാക്കാനാണോ, ഗുണ്ട കളിക്കാനാണോ? യേശുപ്പച്ചൻ്റെ കുഞ്ഞുങ്ങൾ തിന്മ ചിന്തിക്കുകയേ ചെയ്യില്ല. അച്ചാച്ചൻ അതല്ലേ പറഞ്ഞത്? നന്മ ചിന്തിക്കുന്ന കുഞ്ഞുങ്ങളായി തീരാൻ അവിടുന്ന് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. പാടാം, നേടാം. നിങ്ങൾക്കും ആഗ്രഹമില്ലയോ നിങ്ങളുടെ പാട്ടും ഇവിടെ ഇങ്ങനെ പ്ലേ ചെയ്യണമെന്ന്? അങ്ങനെ പ്ലേ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള കുഞ്ഞുങ്ങൾ 2 മിനിറ്റിൽ കുറയാത്ത ഒരു പാട്ട് നന്നായി കാണാപ്പാഠം പഠിച്ച് മൊബൈൽ ഫോൺ ഈ വിധത്തിൽ പിടിച്ച് റെക്കോർഡ് ചെയ്ത് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങൾക്ക് അയച്ചു തന്നാൽ അടുത്ത ആഴ്ച നിങ്ങളുടെ പാട്ടായിരിക്കാം പാടാം നേടാം എന്ന പ്രോഗ്രാമിൽ കാണാൻ സാധിക്കുന്നത്. ടിൽ ദെൻ, ടാറ്റാ. ചൂളം കുത്തി മതിച്ചാടി വരുന്നൊരു കള്ളിപ്പൂങ്കാറ്റേ, തെന്നി 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 വരുന്നൊരു തെന്നല് പൂങ്കാറ്റേ, ചൂളം കുത്തി മതിച്ചാടി വരുന്നൊരു കള്ളിപ്പൂങ്കാറ്റേ. മാനം മുട്ടെ വളർന്നാലും കടലിളകി മറിച്ചാലും മനമിരുണ്ടു കറുത്താലും വൻതിരയിൽ അല ഉയർന്നാലും മറിയിൽ എന്നോട് വഞ്ചി മുങ്ങിൽ എന്നോട് ജീവൻ, ഇത് ദൈവം വസിക്കും വഞ്ചി, അവൻ എൻ്റെ നായകൻ. തെന്നി 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 വരുന്നൊരു തെന്നല് പൂങ്കാറ്റേ, ചൂളം കുത്തി മതിച്ചാടി വരും